കാപ്പി കർഷകരെ സഹായിക്കാൻ കോഫി ബോർഡ് ഓൺലൈൻ വിപണിയിലേക്ക്. ആഭ്യന്തര വിപണിയിൽ സജീവമാകുന്നതിന്റെ ഭാഗമായി കാപ്പിയുടെ ഉൽപാദന വർധനവ് കൂടി ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളാണ് ബോർഡ് ആവിഷ്കരിക്കുന്നത്. പദ്ധതികൾ കർഷകരെ അറിയിക്കുന്നതിനായി ഈ മാസം 10-ന് ഫീൽഡ് ഡേ പരിപാടി നടത്തും. ആഭ്യന്തര വിപണിയിൽ സജീവമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രീമിയം ബ്രാൻഡ് കാപ്പിയുമായി കോഫി ബോർഡ് ഓൺലൈൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനായി നിരവധി പദ്ധതികളാണ് ബോർഡ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കോഫി ബോർഡിന്റെ നൈപുണ്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഫി ശാസ്ത്രം, ബാരിസ്റ്റ സ്കിൽസ്, സംരംഭകത്വ വികസനം, ചെറുകിട വ്യാപാരം ഉൾപ്പെടെയുള്ള പ്രോത്സാഹന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കോഫി ബോർഡ് മെമ്പർ സുരേഷ് അരിമുണ്ട, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം കറുത്തമണി എന്നിവർ പറഞ്ഞു. പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് കോഫി ബോർഡ് കോഫി ശാസ്ത്രാണ് ഒരു കോഴ്സ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഒരുപാട് ഡിമാൻഡ് ഇരിക്കുമ്പോൾ அங்கே இருக்கிற ஏரியாவில் இருக்க குட் காஃபி எஸ்டேட் செலக்ட் பண்ணி அந்த காஃபி போர்டு வாங்கி கிரைண்டிங் ரோஸ்டிங் இட்டு ப்ரொமோஷன் ஆக்டிவிட்டீஸ் அவருக்கு கர்ஷகர்களுக்கு வேண்டி ஒரு புதிய എന്റർപ്രണർഷിപ്പ് ഈ കച്ചവടത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സാർ. അന്താരാഷ്ട്ര ഓൺലൈൻ വിപണന ശൃംഖലകളായ ആമസോണും ഫ്ലിപ്കാർട്ടും വഴി പ്രീമിയം ബ്രാൻഡ് കാപ്പി ലഭ്യമാക്കിയിട്ടുണ്ട്. ഭൗമസൂചിക പദവി ലഭിച്ച കൂർഗ് അറബിക്ക, വയനാട് റോബസ്റ്റ, ചിക്കമംഗ്ലൂർ അറബിക്ക, അറബിക്ക റോബസ്റ്റ ബ്ലെൻഡ് എന്നീ കാപ്പി ഇനങ്ങൾ കോഫീസ് ഓഫ് ഇന്ത്യ എന്ന ബ്രാൻഡിലും ലഭിക്കും. ഈ കാപ്പികളുടെ രുചിയിലൂടെ ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ മികച്ച കാപ്പിത്തോട്ടങ്ങളിൽ നിന്നുള്ള കാപ്പിയാണ് ബോർഡ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.